ലോക COPD ദിനമാണ്. എന്താണ് COPD? ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് അഥവാ ദീർഘകാലമായി നീണ്ടു നിൽക്കുന്ന ശ്വാസനാളത്തിലുണ്ടാകുന്ന ചുരുക്കം മൂലമുള്ള ശ്വാസകോശ രോഗം. അതാണ് ഇതിൻ്റെ പൂർണ്ണമായ നിർവചനം. ഇത് എങ്ങനെയാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്? പ്രധാനമായിട്ടും ഈ പുകവലി മൂലമാണ് ശ്വാസകോശ രോഗമായ COPD ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഈ അന്തരീക്ഷ മലിനീകരണം, വീട്ടിൻ്റെ അടുപ്പിലുള്ള പുക, വാഹനങ്ങളിൽ നിന്നുള്ള മലിനീകരണം, സ്ഥിരമായിട്ട് കഫക്കെട്ടോ ചുമയോ കഫക്കെട്ടുണ്ടാകുന്ന ആളുകൾ അഥവാ ന്യൂമോണിയ ഉണ്ടാകുന്ന ആളുകളിൽ ഈ COPD ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഇതേപോലെ തന്നെ മുമ്പ് ക്ഷയരോഗമുള്ള ആളുകളിൽ COPD ഡെവലപ്പ് ചെയ്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെ പല കാരണങ്ങളാൽ COPD ഉള്ളതായിട്ട് നമുക്ക് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വർഷത്തെ തീം എന്താണ്? ഷോർട്ട് ഓഫ് ബ്രത്ത് തിങ്ക് COPD. അഥവാ നിങ്ങൾക്ക് ശ്വാസമുട്ടൽ കുറച്ചു കാലമായിട്ട് നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ COPD ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ തീം. അതുകൊണ്ട് തന്നെ COPD കണ്ടുപിടിക്കുവാനുള്ള സങ്കേതങ്ങളായ പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് ഇതിന് നമ്മൾ വിധേയമാവുകയും ഇതിലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ശ്വാസനാളത്തിലുള്ള ആ തടസ്സമുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യേണ്ടതാണ്. ഇങ്ങനെയാണ് COPD കണ്ടുപിടിക്കുന്നത്. ഇനി COPD കണ്ടുപിടിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? ഇതിന് ഫലപ്രദമായിട്ടുള്ള ഇൻഹേലർ ചികിത്സ നിലവിൽ ലഭ്യമാണ്. കറക്റ്റായിട്ട് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം ഇൻഹേലറുകൾ ഉപയോഗിക്കുക, ശ്വാസകോശ വ്യായാമങ്ങൾ മുടങ്ങാതെ ചെയ്യുക. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് COPD കൂടുന്നത്. ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വാക്സിനേഷനുകൾ എടുക്കുക. ഇതെല്ലാമാണ് COPD ചികിത്സയിൽ പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ COPD ഉണ്ടോ എന്ന് പരിശോധിക്കുകയും അതോടൊപ്പം ഫലപ്രദമായ ചികിത്സ ഉറപ്പുവരുത്തുകയും ചെയ്യാം.